കോഴിക്കോട്ട് റഹീമിൻ്റെ വീടിന് മുന്നിൽ നിന്നും മേഘ മാധവൻ കൂടി ചേരുകയാണ്. മേഘ, ഒരുപക്ഷെ ആ കുടുംബം നാളുകളായി വല്ലാതെ വിഷമിച്ചിരുന്ന ആ കുടുംബത്തിന് കിട്ടിയ വലിയ ആശ്വാസ വാർത്ത നമ്മൾ കേരളീയരെല്ലാം കണ്ടതാണ്. റഹീമിൻ്റെ ഉമ്മയെ ചിരപരിചിതയാണ് റഹീമിൻ്റെ ഉമ്മ തന്നെ. അപ്പോൾ വലിയ ആശ്വാസം. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? നിയമസഹായ വേദി പ്രവർത്തകരടക്കം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ആ വീട്ടിൽ നിന്നുള്ള ആശ്വാസ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, അതായത് വലിയ ആശ്വാസത്തിൽ തന്നെയാണ് റഹീമിന്റെ കുടുംബം ഉള്ളത്. പക്ഷേ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. കാരണം എന്തൊക്കെയാണ് കോടതി വിധിയിൽ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രം ഇത് പ്രതികരിക്കാം എന്നതാണ് കുടുംബം പറയുന്നത്. ഏറെ നാളുകളായി ഇതിന് പിന്നിൽ വലിയൊരു നിയമ പോരാട്ടത്തിൽ വലിയൊരു ആളുകൾ തന്നെ ഇവർക്ക് സഹായവുമായി എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ മോചനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നീങ്ങി. കാരണം കഴിഞ്ഞ 12 തവണയാണ് ഈ കേസ് റിയാദ് കോടതി മാറ്റിവെച്ചത്. അതിൽ വലിയ ആശങ്ക ഈ കുടുംബത്തിനുണ്ടായിരുന്നു. വധശിക്ഷ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നുവെങ്കിലും മോചനം നീളുന്നു എന്നത് വലിയ പ്രയാസമായി തന്നെ ഈ കുടുംബത്തിന് നിൽക്കുകയായിരുന്നു. ഏതായാലും ആ അനിശ്ചിതത്വം മാറി എന്നൊരു സന്തോഷം തന്നെയാണ് ഈ കുടുംബത്തിന് ഉള്ളത്. 2006 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2021 റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. 2024 വധശിക്ഷ റദ്ദാക്കുന്നു. പക്ഷേ അതിനു പിന്നാലെയും മോചനം സാധ്യമായിരുന്നില്ല. അതിനു പിന്നിൽ വലിയ നിയമ പോരാട്ടം ഈ കുടുംബം നടത്തിയിരുന്നു. ഈ തവണയും മാറ്റിവെക്കുമോ എന്നൊരു ആശങ്ക വലിയ തരത്തിൽ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ 20 വർഷം എന്നത് പറയുമ്പോൾ വലിയ ആശ്വാസം തന്നെയാണ് ഈ കുടുംബത്തിനുള്ളത്. 19 വർഷം ഇപ്പോൾ ജയിൽ മോചനം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ അറബി കലണ്ടർ പ്രകാരം ഏകദേശം 5-6 മാസം മാത്രം ഇനി ജയിലിൽ കിടന്നാൽ മതിയാകും എന്നത് കൂടിയാണ് കുടുംബം തന്നെ പറയുന്നത്. അത് വലിയ ആശ്വാസം തന്നെയാണ് കുടുംബത്തിനുള്ളത്. ഈ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെയാണ് ഈ കോടതി വിധിയിലെ പരാമർശം എന്നത് കൃത്യമായി അറിഞ്ഞാൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് നിയമസഹായ സമിതി പ്രവർത്തകർ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നതാണ് പറയുന്നത്. ഇപ്പോൾ തന്നെയും ആളുകൾ ഈ സംഭവം അറിഞ്ഞുകൊണ്ട് റഹീമിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ കണ്ണുനീർ നമ്മൾ പല സമയങ്ങളിൽ കണ്ടതാണ്. പലപ്പോഴും ഈ കേസ് നീളുമ്പോഴൊക്കെ തന്നെയും ആദ്യം ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് നീളുന്നത് എന്ന ആശങ്ക പങ്കുവച്ചിരുന്നു. പക്ഷേ അത് പിന്നെയും ഓരോ തവണയായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രയാസം ഈ കുടുംബത്തിനുണ്ടായിരുന്നു. പ്രതികരിക്കാൻ പോലും തയ്യാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അങ്ങനെയല്ല, വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. അതുകൊണ്ട് നിയമസഹായ സമിതി പ്രവർത്തകർ എന്താണ് പറയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വിധിയുടെ പകർപ്പ് കൂടുതൽ ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നതാണ് കുടുംബം പറയുന്നത്. വലിയ ആശ്വാസം തന്നെയാണ് സിജു. കാരണം ഓരോ തവണയായി ഈ കേസ് മാറ്റിവെക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തുകൊണ്ടാണ് ഈ കേസ് മാറ്റിവെച്ചത് എന്നറിയില്ല. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമ്പോൾ 20 വർഷം എന്നതാണ് തടവ് ശിക്ഷ. അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണോ ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നത് എന്നൊരു ആശങ്ക ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ പ്രതികരണം ബന്ധുക്കളോട് ആരാഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റിയത് എന്ന് അറിയില്ല എന്നൊരു പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇനി അത് വേണ്ട. വലിയ ആശ്വാസം. റഹീം 19 വർഷത്തെ ജയിൽ വാസത്തിന് ശേഷം റഹീം മടങ്ങി വരുന്നുണ്ട് എന്ന വാർത്ത തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കുടുംബം കേൾക്കുന്നത്. സിജു, മേഘ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു പ്രതികരണത്തിന്, വളരെ പെട്ടെന്നുള്ളൊരു പ്രതികരണത്തിന് ആ കുടുംബം തയ്യാറാകുന്നില്ല. കാരണം നമ്മളടക്കം അറിയാം, മാധ്യമപ്രവർത്തകരടക്കം നിരവധി തവണ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. സൗദി കോടതി കേസ് പരിഗണിക്കുന്നു, മാറ്റിവെക്കുന്നു. സൗദിയിലെ നിയമമാണ്. അതോടൊപ്പം തന്നെ പലവിധ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ മോചനം സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്ന വ്യവസ്ഥകൾ എന്താണ്, ഏത് സമയത്ത് റഹീമിന് മോചിതനാകാൻ കഴിയുമെന്ന കാര്യങ്ങളിലൊക്കെ ചില വ്യക്തതകളുണ്ട്. കുടുംബത്തിന് അത്തരത്തിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. ഏതായാലും ഇത് വ്യക്തത വരുത്തിയ ശേഷം ഈ നിയമസഹായ വേദിയും മാതാവ് ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടല്ലോ. സിജു, തീർച്ചയായും. അതായത് റഹീമിൻ്റെ സഹോദരൻ ഉമ്മ ഉൾപ്പെടെ ഈ വീട്ടിലുണ്ട്. സഹോദരൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം തുടക്കം മുതൽ അവർക്ക് അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ പിന്തുണ നൽകിയത് നിയമസഹായ സമിതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സന്തോഷം ഉള്ള നിമിഷം തന്നെയാണ്. അവരുടെ കൂടി പ്രതികരണം, അവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങൾ പറയുക. പക്ഷേ എന്താണ് ഈ വിധിയിലെ പരാമർശമെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഇനി 1 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ, എത്ര ദിവസം കിടക്കേണ്ടി വരും, അതൊക്കെ തന്നെയും. കാരണം ഈ അറബിക് കലണ്ടർ പ്രകാരം ഒരു പക്ഷേ 4-5 മാസം മാത്രം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിൽ ഏതൊക്കെ അവധി ദിവസം വരും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് മാത്രമേ എത്ര ദിവസം എത്ര കാലം ഇനി ജയിലിൽ കിടക്കേണ്ടി വരും എന്നത് കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായ വിവരം ലഭിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന് കുടുംബങ്ങൾ തന്നെ പറയുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. കാരണം ഏറെക്കാലമായി റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. റഹീമിനെ കാണാൻ വേണ്ടി ഈ കുടുംബം സൗദിയിൽ കഴിഞ്ഞ
കുറച്ചു നാൾ മുമ്പേ പോയിരുന്നു. റഹീമിനോട് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ റഹീം പറഞ്ഞത് തനിക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ എത്തണം എന്നതാണ്. ഏതായാലും ഈ സൗദി ബാലൻ്റെ കൊലപാതക കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ ആയതിനു ശേഷം തന്നെ അത് കൃത്യമായി അതിന് പിന്നിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഇടപെടൽ പല ഭാഗങ്ങളിലായി നിന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരുന്നു. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പണം സമാഹരിച്ച കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ ഒറ്റ ഐക്യത്തിന് അതിനൊപ്പം തന്നെയുള്ള സന്തോഷത്തിൻ്റെ വിധി കൂടിയാണ് ഇന്നത്തേത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇനി അറിയേണ്ടത് എത്ര ദിവസം ആ കണക്ക് കൂടി കൃത്യമായി അറിയേണ്ടതുണ്ട്. അതറിഞ്ഞാൽ കൃത്യമായി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാം എന്നതാണ് റഹീമിൻ്റെ കുടുംബവും ഒപ്പം ഈ നിയമസഹായ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. അവരും ആ കാര്യം തന്നെയാണ് പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കോടതി വിധിയുടെ വിശദാംശങ്ങൾ കൃത്യമായി ലഭിച്ചാൽ പ്രതികരണം ഉണ്ടാകും എന്നത് തീർച്ചയാണ്. ഏതായാലും വലിയ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷമാണ് റഹീമിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ സിജു. മേഘ, ഒരുപക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 34 കോടി രൂപ സമാഹരിക്കാനെടുത്ത ഒരു ദൗത്യമുണ്ട്. അത് കേരളം ഒന്നടങ്കം റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. നമുക്കറിയാം, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് റഹീം അവിടെ സൗദി ജയിലിലാകുന്നത്. അങ്ങനെ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസി മലയാളികളടക്കം കേരളത്തിലെ ജനത ഒന്നടങ്കം 34 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തത്. ആ ഒരു യത്നം, ആ ഒരു ദൗത്യം ലോകത്തിന് തന്നെ മാതൃകയാകുകയായിരുന്നു. പക്ഷേ കോഴിക്കോട്ടുകാരുടെ ഒരു സ്നേഹത്തെക്കുറിച്ച് ലോകമെമ്പാടും മലയാളികൾ തന്നെ പറയാറുമുണ്ട്. ഇത് കോഴിക്കോടല്ല, കേരളം, മലയാളികൾ ഒന്നാകെ രംഗത്തെത്തുകയായിരുന്നു റഹീമിനെ മോചിപ്പിക്കാൻ. 34 കോടി രൂപ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംഭവം. അതുകൂടി ഒന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് മേഘ. തീർച്ചയായും 2006 ഡ്രൈവറായി സൗദിയിലേക്ക് ഇയാൾ എത്തുന്നത്. വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അത്തരത്തിലൊരു ജോലിക്ക് വേണ്ടി അവിടേക്ക് എത്തുന്നത്. നമുക്ക് ഇവരുടെ, അതായത് നിയമസഹായ സമിതി പ്രവർത്തകരൊക്കെ തന്നെയും ഇവിടെയുണ്ട്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കും എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മാതൃക, വലിയൊരു ഐക്യം കേരളം കണ്ടതാണ്. അത് കോഴിക്കോട് മാത്രമല്ല, നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവാം എന്ന് തോന്നുന്നു. നിയമസഹായ സമിതി പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പോൾ സംസാരിക്കും. ഏതായാലും ഒരാൾ കൂടി വരാനുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി സംസാരിക്കാമെന്നതാണ് ഇവർ പറയുന്നത്. ഏതായാലും സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഐക്യം കേരളം കണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ അധ്വാനം കൂടി അതിനു പിന്നിലുണ്ട്. അതിനു പിന്നിൽ ഒരു മനപ്രയാസം കൂടാതെ ചെറിയ തുകയാണെങ്കിൽ ചെറിയ തുക കൂടി നൽകി എങ്ങനെയെങ്കിലും റഹീമിൻ്റെ മോചനത്തിന് അത് സാധ്യമാകും എന്നൊരു പ്രതീക്ഷ മലയാളികൾക്കുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. എത്ര പെട്ടെന്നാണ് 34 കോടി ഈ സംഭവം. ഉമ്മയെ നമുക്ക് കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളിൽ. ഉമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് എപ്പോഴാണ് തൻ്റെ മകൻ ഇങ്ങോട്ട് എത്തുക, മോചനം സാധ്യമാവുക എന്നൊന്നും അറിയാതെ വലിയ പ്രയാസപ്പെട്ട് ഉമ്മ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ ഉമ്മ വിതുമ്പുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും അറിയാതെ. കാരണം ആരോട് ചോദിക്കണം, അങ്ങ് ഒരുപാട് കടൽ കടന്ന് അവിടെ എത്തണം. അവിടെയുള്ള ആളുകൾ എന്നത് നിയമസഹായ സമിതി പ്രവർത്തകരാണ്. കോടതിയിൽ എന്തൊക്കെ നടന്നു അതുപോലും കൃത്യമായി മനസ്സിലാക്കാൻ ഉമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല. തീർത്തും വൈകാരികമായൊരു പ്രകടനമാണ് അവർ നടത്തുന്നത്. കാരണം ഈ മോചന വിധി നീളുമ്പോഴൊക്കെ തന്നെയും എന്ത് പറയണമെന്ന് പോലും അറിയാതെ ആ ഉമ്മ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സന്തോഷം തന്നെയാണ്. കാരണം ഒരമ്മയുടെ വേദനയാണ്. 18 വർഷം ജയിലിൽ കിടന്നൊരു മകനു വേണ്ടി ഒരു കടലിനക്കരെ നിന്ന് ഒന്നും പറയാൻ പോലും കഴിയാതെ ഉരുകി ജീവിച്ച ഒരു അമ്മയുടെ സന്തോഷമാണ് സിജു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ സമയങ്ങൾക്കൊക്കെ തന്നെ ഉമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ആദ്യ സമയങ്ങൾക്കൊക്കെ തന്നെയും അവർ. ശരി മേഘ, ആളുകൾ പറയും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനി സന്തോഷത്തോടെ നിൽക്കൂ എന്നാണ് ആ ഉമ്മയോട് നാട്ടുകാർ, അവിടെ എത്തിയ നിയമസഹായ വേദി പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. റഹീമിൻ്റെ ആ ജയിലിൽ കിടക്കുന്ന ആ റഹീമിനോടൊപ്പം തന്നെ സങ്കടക്കടൽ താണ്ടിയതാണ് ഉമ്മയും. ആ ഉമ്മയ്ക്കൊപ്പമായിരുന്നു കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും അവരുടെ മനസ്സും. ആ ഉമ്മയുടെ വേദനയ്ക്കൊരു അറുതി വരുത്താനാണ് 34 കോടി രൂപ വളരെ വേഗത്തിൽ തന്നെ സമാഹരിച്ചുകൊണ്ട് റഹീമിൻ്റെ മോചനത്തിനായി ദയാധനം നൽകാൻ മലയാളിക്ക് കഴിഞ്ഞത്. അങ്ങനെ മലയാളി ഒന്നടങ്കം ഒരുമിക്കുകയായിരുന്നു റഹീം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സൗദി ജയിലിൽ അടയ്ക്കപ്പെട്ട റഹീം ഏകദേശം 19 വർഷത്തോളം ഇപ്പോൾ ജയിൽവാസം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സൗദി കോടതി വിധിയോടുകൂടി ഒരു 5-6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മോചനം സാധ്യമാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും സൗദി കോടതിയുമായി ബന്ധപ്പെട്ട വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ റഹീമിൻ്റെ ഉമ്മയാണ്
തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമസഹായ വേദി പ്രവർത്തകർ, ഒപ്പം തന്നെ മറ്റ് നാട്ടുകാർ, ബന്ധുക്കളൊക്കെ തന്നെ ഈ ആശ്വാസ വാർത്ത അറിഞ്ഞുകൊണ്ട് റഹീമിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നതാണ്. ഒരുപക്ഷെ റഹീമിൻ്റെ ഉമ്മ താണ്ടിയ സങ്കടക്കടൽ, അവരോടൊപ്പം ആ ഉമ്മയോടൊപ്പം തന്നെയായിരുന്നു കേരളം. അതിന് ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു.